അല്ല എന്ന് പറഞ്ഞു. വിള്ളൽ അതിന്റെ നടുക്ക, അദ്ദേഹത്തിന്റെ കണ്ണടയുടെ ഗ്ലാസിന്റെ പവർ ഒന്ന് മാറ്റണം. വിള്ളൽ അതിന്റെ നടുക്കാണ്. അപ്പുറം ഇപ്പുറം വരച്ചത്, പേനയ്ക്ക് വരച്ചത്, ആ വിള്ളൽ മാർക്ക് ചെയ്തതാണ്, അതിലെ പെൻസിൽ കൊണ്ട് വരച്ചത്. അത് മാച്ചിട്ട് ഇവിടെ വിള്ളില്ല എന്ന് പറയുമ്പോൾ ആ ദൃശ്യത്തിൽ കണ്ട ഭാഗത്ത് ഉരച്ചു നോക്കിയപ്പോൾ ആ വിള്ളലുകളൊക്കെ മാഞ്ഞു പോവുകയും ചെയ്തു. കെട്ടിടത്തിന്റെ ക്വാളിറ്റി ടെസ്റ്റിങ്ങിന്റെ ഭാഗമായി എഞ്ചിനീയർമാർ വരച്ച ചില മാർക്കർ പേന കൊണ്ടുള്ള വരകൾ വിള്ളലുകളാക്കി നമ്മുടെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. പിന്നെ ഈ വീടിന്റെ ഉടമസ്ഥൻ അയാൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ അയാളോടും ചോദിക്കണ്ടേ, അദ്ദേഹത്തോടും ചോദിക്കണ്ടേ, ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കണ്ടേ? അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. DYFI ജില്ലാ സെക്രട്ടറി പറയുന്നത്, അല്ല CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോയാൽ മതിയോ? ഇത് ആ വീട് സർക്കാർ പട്ടയം കൊടുത്തോടു കൂടി അത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള വീടായി. മറ്റ രീതിയിൽ വളരെ വൃത്തിയോടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോ അവിടുത്തെ പ്രൊജക്ടിലെ സിവിൽ പ്രവർത്തികൾക്ക് 5 വർഷം വരെ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് പ്രവർത്തികൾക്ക് 3 വർഷം വരെ വാറണ്ടിയാണ്. ആ പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്ന കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും ആ കരാറ് കമ്പനികളെ ഏറ്റെടുത്ത് ചെയ്യും. അദ്ദേഹത്തിന് സർക്കാർ കൈമാറിയ അല്ലെങ്കിൽ അവകാശം കൈമാറിയ വീടായി. ഇനി അതിന്റെ ഉടമസ്ഥൻ ആരാ? അദ്ദേഹമല്ലേ. അപ്പൊ അദ്ദേഹത്തിനല്ലേ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിനല്ലേ ബോധ്യപ്പെടുത്തേണ്ടത്. അതിന് പകരം ഇദ്ദേഹം വന്നൊരു പേപ്പർ എടുത്ത് മാച്ചതാ ഇല്ലില്ല എന്ന് പറഞ്ഞു പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റെ ബലമായ സംശയം പിന്നെ കെ രാജന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നല്ല ചൂട്, നല്ല വെയിലത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വലിയ കാര്യമായ ഒരു വയ്യായി ഉണ്ടായിട്ടുണ്ട്, വലിയ തകരാറുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പോകേണ്ട ആളല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പരിശോധനകളുടെ ഭാഗമായി എഞ്ചിനീയർമാർ വരച്ച വരകളാണ് എന്ന് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അത് ബോധ്യപ്പെടുത്താനും മന്ത്രി തയ്യാറായി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതിനെ കുറിച്ചൊന്നുമല്ല. ഈ വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി വേറൊരു കക്ഷിയും കൂടി അങ്ങോട്ടേക്ക് എത്തി. മറ്റാരുമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അതായത് വയനാട് ജനതയ്ക്ക് വേണ്ടി പണം പിരിച്ച് ആ പണം തിരിമറി നടത്തി, ആ പണം കട്ടുതിന്ന്, ആ പണം യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ അവിഹിത ഗർഭം കലക്കാൻ ഉൾപ്പെടെ, അതിനുശേഷം അത് വെളുപ്പിച്ചെടുക്കാനുള്ള PR പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഉപയോഗിച്ച ഒരു സംഘടനയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മാധ്യമങ്ങളെയും വിളിച്ചുകൂട്ടി അവിടെ വന്ന് നിൽക്കുകയാണ്. അവിടെ ഒന്ന് വലിയ പ്രസംഗമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തോട് വേറെ ഒന്നും ചോദിക്കാനില്ല. ഒരിത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ആ വയനാടിന്റെ ചൂരൽമലയുടെ മണ്ണിൽ കാലുകുത്താൻ യൂത്ത് കോൺഗ്രസിനും സാധിക്കില്ല. ആ പാവങ്ങളുടെ പേരിൽ പിരിച്ച പണത്തിന്റെ കണക്ക് പോലും ഇതുവരെ നീ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് മറന്നു പോരുത്. അപ്പൊ ഈ ശവം തൂക്കികളൊക്കെ ഇപ്പൊ വന്ന് വലിയ പ്രസംഗം നടത്തുന്നുണ്ട്. എന്തായാലും മാർക്കർ വരയ്ക്ക് വേണ്ടി അവിടെ വരെ എത്താൻ കാണിച്ച ഈ മനസ്സ്, ആ വയനാട്ടിലെ പാവങ്ങളുടെ കണ്ണുനീര് കാണിച്ച് തിരിച്ചെടുത്ത പണം തിരികെ കൊടുത്ത് അവർക്ക് ആ പറഞ്ഞ വീടുകൾ വെച്ചു കൊടുക്കുന്നതിലും കാണിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു സമൂഹമായി എന്ത് അസംബന്ധവും വാർത്തയായി തീരുന്ന, ഏത് അസംബന്ധത്തെയും വാർത്തയാക്കി വിവാദമാക്കുന്ന, അതെല്ലാം ആസ്വദിക്കാനായിട്ട് സദാ സന്നദ്ധരായി നിൽക്കുന്ന, അഭ്യസ്തവിദ്യരാണെന്ന് സ്വയം തെറ്റിദ്ധരിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വലിയ കൂട്ടം ഇന്ന് കേരളത്തിലുണ്ട്.